തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇത്തവണ ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ തകർപ്പൻ ഓഫർ ഓണം സ്വർണ്ണോത്സവം 2024. ആമിയ ഗോൾഡിൽ തുടക്കമായി ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ ബമ്പർ സമ്മാനം 100 പവൻ സ്വർണം, ഒന്നാം സമ്മാനം 25 പവൻ, രണ്ടാം സമ്മാനം 10 പവൻ, മൂന്നാം സമ്മാനം 5 പവൻ. കൂടാതെ 1 ഗ്രാം സ്വർണം വീതം 1100 പേർക്ക്, 100 ഗ്രാം വെള്ളി വീതം 100 പേർക്ക്. ഓരോ പർച്ചേസിലും കൂപ്പൺ ചോദിച്ചു വാങ്ങാൻ മറക്കരുതേ. ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ. വാർത്തകൾ വിശദമായി. ദേശീയപാതയിൽ പണി പൂർത്തിയായ ഭാഗങ്ങൾ ഉടൻ തുറന്നുകൊടുക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് പി അബ്ദുൽ ഹമീദ് MLA ആവശ്യപ്പെട്ടു. ജില്ലാ ആസൂത്രണ സമിതി യോഗത്തിലാണ് MLA ഇക്കാര്യം ആവശ്യപ്പെട്ടത്. കാക്കഞ്ചേരി ഭാഗത്ത് ചേളാരി ചന്തയിലേക്ക് ദേശീയപാതയിൽ നിന്നുള്ള പ്രവേശനം സാധ്യമാക്കുവാൻ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സ്ഥലം വിട്ടുകിട്ടാത്തതാണ് ആക്സസ് റോഡ് നിർമ്മിക്കാൻ തടസ്സമെന്നും സ്ഥലം വിട്ടുകിട്ടിയാൽ ഉടൻ ആക്സസ് റോഡ് അനുവദിക്കുമെന്നും ദേശീയപാത അതോറിറ്റി അറിയിച്ചു. തിരൂർ കടലുണ്ടി റോഡിൽ ടാറിംഗ് പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുമ്പ് ജൽജീവൻ മിഷന്റെ പൈപ്പ് സ്ഥാപിക്കൽ പൂർത്തിയാക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാക്കഞ്ചേരി ചന്ത റോഡിൽ ആ വർക്കിനെ സംബന്ധിച്ച് ആക്ഷേപം പറഞ്ഞു. അവിടെ യാതൊരു കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ അവിടെ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം അവിടെ അവിടെ പൊളിക്കുകയും വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ല. മലപ്പുറം മച്ചിങ്ങൽ ഭാഗത്ത് റോഡ് അപകടങ്ങൾ കൂടുന്ന സാഹചര്യത്തിൽ അപകട മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുമെന്ന് പി ഉബൈദുള്ള MLAയുടെ നിർദ്ദേശത്തിന് മറുപടിയായി പൊതുമരാമത്ത് നിരത്ത് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ആസൂത്രണ സമിതി ഹാളിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ VR വിനോദ് അധ്യക്ഷത വഹിച്ചു. TV ഇബ്രാഹിം MLA, തിരൂർ സബ് കളക്ടർ ദിലീപ് കൈനിക്കര, അസിസ്റ്റന്റ് കളക്ടർ VM ആര്യ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R രേണുക, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ AD ജോസഫ്, വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മലപ്പുറം.